വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെപ്പോഴാണ്? 1908 ജനുവരി 21. സ്ഥലം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ബേപ്പൂർ സുൽത്താൻ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. 1994 ജൂലൈ 5 ബഷീർ അന്തരിച്ചു. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഫാബി ബഷീർ, ബഷീറിൻ്റെ ഭാര്യ. ബഷീറിൻ്റെ ആത്മകഥാപരമായ കൃതിയേത്? ഓർമ്മയുടെ അറകൾ. ബഷീർ എഴുതിയ ഏക നാടകം ഏത്? കഥാബീജം. ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിൻ്റെ നോവൽ ഏതാണ്? പ്രേമലേഖനം. നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? മതിലുകൾ. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങളുണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു? സോജ രാജകുമാരി. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിലാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാർക്ക്? ബാലാമണി അമ്മ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിൻ്റെ കൃതിയേത്? പാത്തുമ്മയുടെ ആട്. എൻ്റെ ബഷീർ എന്ന പ്രശസ്ത കവിത രചിച്ചത് ആരാണ്? ONV കുറുപ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത് ആരാണ്? പത്രപ്രവർത്തകയായ KA ബീന. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര്? MK സാനു. വെളിച്ചത്തിനെന്ത് വെളിച്ചം. ബഷീറിൻ്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണ് ഇത്. ഏത് കൃതിയിലെ വാചകമാണ് ഇത്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടനാര്? മമ്മൂട്ടി. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേംപാറ്റ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏതാണ്? യാ ഇലാഹി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 16ാമത് ബഷീർ പുരസ്കാരം 2023 ലഭിച്ചതാർക്ക്? ഇ സന്തോഷ് കുമാർ. കൃതി നാരകങ്ങളുടെ ഉപമ.
ബഷീർ അവാർഡ് നേടുന്ന ആദ്യ വ്യക്തി ആരാണ്? എൻ പ്രഭാകരൻ. 2008 അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾക്ക്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത്? പത്മശ്രീ 1982. 1987 കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകിയപ്പോൾ ബഷീർ നടത്തിയ പ്രഭാഷണം ഒരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചു. ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്ത്? ചെവി ഓർക്കുക അന്തിമ കാഹളം. സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ബാലസാഹിത്യം. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി ബല്യ 1. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരെ കാണാനാണ് ബഷീർ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്? ഗാന്ധിജിയെ. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉജ്ജീവനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്? കടുവാക്കുഴി ഗ്രാമം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീസ് കഥാപാത്രമായി വരുന്ന മലയാള നോവൽ ഏത്? സമുദ്രശില. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത്? ബാല്യകാലസഖി. ബഷീറിൻ്റെ ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു? ടാറ്റ. പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആര്? P.A. ബക്കർ. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? ഒരിടത്തൊരു സുൽത്താൻ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കമൻ്റ് ചെയ്യൂ. പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ബാല്യകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാര്?